അന്ന് മുതലേ ഒരു മോഹവസ്തുവായി പൊതിഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട് മലയാളി മോഹൻലാലിനെ. മലയാളി ഏറ്റവും കൂടുതൽ ലഹരി പിടിപ്പിച്ച പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മലയാള വിപണിയിൽ നമുക്ക് വിൽക്കാവുന്ന ഏറ്റവും വലിയ ലഹരി മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ലാലേട്ടനാണ്. ലാലേട്ടൻ കഴിഞ്ഞിട്ടേ കഞ്ചാവ് പോലും വരുന്നുള്ളൂ എന്നാണ്. അത്രമേൽ ലഹരി പിടിപ്പിച്ച മനുഷ്യർക്കിട്ട തലക്കെട്ടാണ് ഞാൻ കഞ്ചാവ് എന്നത്. ആ തലക്കെട്ട് ആദ്യം ഇട്ടത് ലാലേട്ടനാണ്. ഞാൻ ഒരുപക്ഷെ അത് ലാലേട്ടൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇത്രയും നന്നായിട്ട് ആസ്വദിക്കില്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. നാം ഇപ്പോഴും ആവേശത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് കരഞ്ഞും ചിരിച്ചും കൊണ്ട് സംസാരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു അഭിനയ മുഹൂർത്തം. താഴ്വാരം എന്ന തലക്കെട്ടിന് മേലെ MT എഴുതി വെച്ച ഒരു വരിയുണ്ട്, കൊല്ലാൻ അവൻ ശ്രമിക്കും ചാവാതിരിക്കാൻ ഞാനും എന്ന്. കൊല്ലാൻ ഇനിയും നോക്കും അവൻ, ചാവാതിരിക്കാൻ ഞാനും. ആ വരി മോഹൻലാൽ ജീവിച്ച് കാണിക്കുകയായിരുന്നു. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കൊതിപ്പിച്ചുകൊണ്ട് ഒരു മോഹൻലാൽ എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കിരീടത്തിൻ്റെ ക്ലൈമാക്സിനകത്ത് കത്തി താഴെയിടാ അച്ഛനാടാ പറയുന്നത് എന്ന് പറഞ്ഞ് തിലകൻ അലറുന്ന ഒരു അലർച്ചയുണ്ട്. ഞാൻ ആലോചിക്കും, അത് കവിയൂർ പൊന്നമ്മയാണ് ആ സമൂഹ മധ്യത്തിലേക്ക് വന്നതെങ്കിൽ ഇങ്ങനെ അലറേണ്ടി വരുമായിരുന്നില്ല. നിങ്ങൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന 9 പേരും എനിക്ക് അന്യമാണ്. ആ ടെറൈൻസും എനിക്ക് അന്യമാണ്. ലിജീഷ് കുമാറാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ് ലിജീഷ്. ഹായ്. കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇടയ്ക്ക് DC ബുക്സിൻ്റെ KLF വന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കാനുള്ളൊരു സമയം കിട്ടാത്തൊരു അവസരത്തിലാണ് കണ്ടത്. അപ്പം ഇന്ന് നമ്മൾ ദീർഘ സംഭാഷണമാണ്. നിങ്ങളുടെ വർത്തമാന പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഗംഭീരമായിട്ടുള്ള ഇൻ്റർവ്യൂസാണ്. 9 പേരുടെ ഇൻ്റർവ്യൂ ആണ് അതിനകത്തുള്ളത്. പ്രകാശ് രാജിനെ മാത്രമേ ഞാൻ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. ഇൻ്റർവ്യൂ അപ്പോഴും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന 9 പേരും എനിക്ക് അന്യമാണ്. ആ ടെറൈൻസും എനിക്ക് അന്യമാണ്. പക്ഷേ നിങ്ങൾ അവരെയൊക്കെ കണ്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അസൂയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു വെറും വാക്ക് പറയുന്നതല്ല സത്യത്തിൽ. ഞാൻ എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ അവരോട് ഓരോരുത്തർക്കും സംസാരിച്ചിരിക്കുന്ന ടോപ്പിക്സ്, അതിൻ്റെ പൊളിറ്റിക്സ്, ഇമോഷൻസ്, അതൊക്കെ എൻ്റെ ഉള്ളിൽ പോകുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ഈ മനുഷ്യൻ ഈ ജോലി ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഗ്രേറ്റ്. എപ്പോഴും രജനീഷിനെ കേൾക്കുമ്പോഴും ഒരു വർത്തമാന പുസ്തകം വായിക്കുന്ന ഫീലാണ് ഉള്ളത്. പക്ഷേ രജനീഷിൻ്റെ അഭിമുഖ ജീവിതത്തിനിടാവുന്ന ഭംഗിയുള്ള തലക്കെട്ടായിരിക്കും വർത്തമാന പുസ്തകം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 10ാമത്തേതായിട്ട് നമ്മുടെ ഈ അഭിമുഖം കൂടെ അതിനകത്ത് ചേർക്കാം. ആ നിലവാരത്തിൽ നമ്മൾ എത്തിക്കാം. ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, ഗസ്റ്റും ഹോസ്റ്റും ഒരേപോലെ ശ്രമിക്കണമെന്നുള്ളതാണ്. ശരിക്കും ഈ ആ പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കഞ്ചാവിൽ ആദ്യത്തെ അധ്യായം ലാലേട്ടനെ കുറിച്ചാണ്. ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെ എഴുതിക്കൊണ്ടാണ്: നട്ടുവളർത്തിയ രഹസ്യ കാമനകളുടെ ഒരു കഞ്ചാവ് ചെടിയുണ്ട് ടെറസിന് മുകളിൽ, അതിൻ്റെ പേരാണ് മോഹൻലാൽ. ഇങ്ങനെ എഴുതണമെങ്കിൽ കുറച്ചൊരു ആലോചന വേണം. കഞ്ചാവ് എന്ന പേര്, കഞ്ചാവ് ചെടി, അത് നമ്മുടെ സാംസ്കാരിക സമൂഹത്തിലുള്ള അതിൻ്റെ ഒരു അർത്ഥം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം കഞ്ചാവ് എന്ന് പ്രയോഗിക്കാൻ. ചെറിയൊരു ധൈര്യവും കൂടെ വേണം. പക്ഷേ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ച് കണ്ടപ്പോൾ നമുക്ക് തോന്നി, ശരിയാണല്ലോ, നമ്മളൊക്കെ രഹസ്യമായിട്ട് പോറ്റി വളർത്തുന്ന കാമനകളെയൊക്കെ ശരിക്കും കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിച്ചൊരു മനുഷ്യനാണ്. ലാലേട്ടനിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് ലഹരിയുടെ എക്സ്ട്രീമായിരുന്നു കഞ്ചാവ്. കഞ്ചാവിനൊക്കെ മറികടന്ന കാലം ഒരുപാട് ദൂരം നടന്നുപോയി. പക്ഷെ അന്ന് കഞ്ചാവ് കടത്ത്, കഞ്ചാവ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ചുറ്റും ഉണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. അക്കാലമാണ് ഉള്ളിൽ മോഹൻലാൽ ജീവിച്ചു തുടങ്ങിയ കാലം എന്ന് പറയുന്നത്. അന്ന് മുതലേ ഒരു മോഹവസ്തുവായി പൊതിഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട് മലയാളി മോഹൻലാലിനെ. മലയാളി ഏറ്റവും കൂടുതൽ ലഹരി പിടിപ്പിച്ച പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മലയാള വിപണിയിൽ നമുക്ക് വിൽക്കാവുന്ന ഏറ്റവും വലിയ ലഹരി മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ലാലേട്ടനാണ്. ലാലേട്ടൻ കഴിഞ്ഞിട്ടേ കഞ്ചാവ് പോലും വരുന്നുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് മോഹൻലാൽ ഒരു കഞ്ചാവ് ചെടിയാണ്. ആ കഞ്ചാവ് ചെടി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായൊരു ചെടിയുടെ പേരല്ല കഞ്ചാവ് എന്ന് പറയുന്നത്. നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാത്തത്രയും വലുപ്പമുള്ള ഒരു മഹാവൃക്ഷത്തിൻ്റെ പേരാണ് സത്യത്തിൽ കഞ്ചാവ് എന്ന് പറയുന്നത്. അത്രമേൽ ലഹരി പിടിപ്പിച്ച മനുഷ്യർക്കിട്ട തലക്കെട്ടാണ് ഞാൻ കഞ്ചാവ് എന്നത്. ആ തലക്കെട്ട് ആദ്യം ഇട്ടത്
ലാലേട്ടനാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ചില ക്യാരക്ടേഴ്സിനെ കുറിച്ച് അതിനകത്ത് പരാമർശിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ തൂവാനത്തുമ്പികളിലെ കാമുകനെ അത്രയും നല്ലൊരു കാമുകനെ നമുക്ക് വേറെ കിട്ടില്ല എന്നുള്ളതാണ്. അത്രയും മാന്യനായി പെരുമാറുന്ന, വേറൊരു അതർ സൈഡ് ഉള്ളപ്പോഴും അയാളുടെ ക്ലാരയോടുള്ള പെരുമാറ്റത്തിലും വർത്തമാനത്തിലും ഒക്കെ വരുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ മാരി ചെയ്യട്ടെ. ഒരുപക്ഷെ അത് ലാലേട്ടൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളൊരുപക്ഷെ ഇത്രയും നന്നായിട്ട് ആസ്വദിക്കില്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. അത് ഒരു കഥാപാത്രത്തെ വെച്ചിട്ട് മാത്രമല്ല, ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുടി പോലും ഒരേപോലെയൊക്കെ ആയിരിക്കും, പക്ഷെ ആ ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വേറൊരു ലെവലായിരിക്കും. സത്യമാണ്. ലാലേട്ടനോട് തന്നെ ഞാനൊരിക്കൽ ലാലേട്ടൻ്റെ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് സ്ഥിരം ലാലേട്ടൻ ഇപ്പോൾ രജനീഷ് സംസാരിക്കുമ്പോഴും ആര് സംസാരിക്കുമ്പോഴും ഒരു കൗതുകത്തോടെ കേട്ട് നിൽക്കുന്ന പോലെ ലാലേട്ടൻ അന്ന് കേട്ട് നിൽക്കുകയും നിഷ്കളങ്കമായി എന്നോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. ലാലേട്ടൻ്റെ സിനിമകൾ ഉണ്ടാക്കിയ സ്ത്രീയുടെ ഒരു പൊസിഷനിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ രജനീഷ് ക്ലാരയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. മലയാളം എപ്പോഴും വേശ്യകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയോട് നാം ചേർത്ത് നിർത്താൻ മടിച്ചിരുന്ന പലതരം പെണ്ണുങ്ങളുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഒരു കാലത്ത്. അക്കാലത്താണ് അഭിമന്യു സംഭവിക്കുന്നത്, അക്കാലത്താണ് ആര്യൻ സംഭവിക്കുന്നത്, അക്കാലത്താണ് സ്ഫടികത്തിലെ സിൽക്ക് സ്മിതയെ ചേർത്ത് പിടിച്ച് കൈ മുകളിലോട്ട് വെച്ച് ആടുതോമ നടക്കാൻ തയ്യാറാവുന്നത്, അക്കാലത്താണ് വർണ്ണപ്പകിട്ടുണ്ടാവുന്നത്. മലയാളത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ മാറ്റി നിർത്തിയ സ്ത്രീകളെ തൻ്റെ നായികയായി സ്വീകരിക്കാൻ തയ്യാറായ അങ്ങ് തിക്കുറിശി തൊട്ടിട്ട് ഇങ്ങോട്ടേക്കുള്ള മലയാള സിനിമയിലെ താരങ്ങളുടെ പട്ടിക നാം എടുത്തു നോക്കിയാൽ അതിൽ ലാലേട്ടൻ്റെ പട്ടിക വളരെ മുകളിലായിരിക്കും. എപ്പോഴും സ്ത്രീ മോഹൻലാൽ സിനിമകളിലൂടെ വളർന്നു വന്ന ഒരു വളർച്ച വലിയ വളർച്ചയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കിരീടത്തിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒന്നുണ്ട്. കിരീടത്തിൻ്റെ ക്ലൈമാക്സിനകത്ത് കത്തി താഴെയിടാ അച്ഛനാടാ പറയുന്നത് എന്ന് പറഞ്ഞ് തിലകൻ അലറുന്ന ഒരു അലർച്ചയുണ്ട്. ഞാൻ ആലോചിക്കും, അത് കവിയൂർ പൊന്നമ്മയാണ് ആ സമൂഹ മധ്യത്തിലേക്ക് വന്നതെങ്കിൽ ഇങ്ങനെ അലറേണ്ടി വരുമായിരുന്നില്ല. കത്തി താഴെയിട എന്ന് ഏറ്റവും ദുർബലമായി പറയുമ്പോഴേക്കും കത്തി താഴെ ഇടുമായിരുന്നു സേതുമാധവൻ. ലാൽ കഥാപാത്രങ്ങൾ അത്രമേൽ സ്ത്രീക്ക് മുന്നിൽ ദുർബലനായി പോകുന്നത്, അത് ഭാര്യയ്ക്ക് മുമ്പിലാവട്ടെ, അത് അമ്മയ്ക്ക് മുമ്പിലാവട്ടെ, എപ്പോഴും ഇപ്പോൾ ദശരഥത്തിനകത്ത് മാഗിയുടെ ചുമലിൽ കൈതൊട്ട് നിൽക്കുന്ന രാജീവ് മേനോൻ എന്ന് പറയുന്ന ചിത്രം നാം ഇപ്പോഴും ആവേശത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. കരഞ്ഞും ചിരിച്ചും കൊണ്ട് സംസാരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു അഭിനയ മുഹൂർത്തം എന്ന് പറയുന്നത്. മലയാള സിനിമയിൽ സ്ത്രീയെ അമ്മയായും കാമുകിയായും ഭാര്യയായും ഒക്കെ തൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ച താരം കൂടിയാണ്. ഇപ്പുറത്ത് താരരാജാവ്, താരാധിപൻ, ഒരുപക്ഷെ നരസിംഹത്തിനകത്തൊക്കെ കൊള്ളിവെക്കുമ്പോൾ എനിക്കൊരു പെണ്ണിനെ വേണമായിരുന്നു എന്നൊക്കെയുള്ള വിമർശനം നേരിടുമ്പോഴും മോഹൻലാൽ സിനിമകൾ അങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഈ ലാലേട്ടനെ കുറിച്ച് അസാധ്യമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് രണ്ട് ചോദ്യത്തിൽ ഒതുക്കുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ശരിക്കും താഴ്വാരം പോലൊരു വേൾഡ് ക്ലാസിക് സിനിമ, അതിൻ്റെ ടെറൈനിൽ ലാലേട്ടനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ, അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നമ്മൾ അനുഭവിച്ചൊരു നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത, ഇപ്പോഴും നമ്മൾ പറഞ്ഞു തീരാത്തതാണ് അതിൻ്റെ ആ താഴ്വാരത്തിൻ്റെ ടെറൈനും. നമ്മളിപ്പോഴും ആവർത്തിച്ച് കാണുകയും ആവർത്തിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് താഴ്വാരം എന്ന് പറയുന്നത്. ശരിക്കും താഴ്വാരം എന്ന് പറയുന്ന ഒരു പടം മലയാളത്തിൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഇത്രയും സിനിമാ മോഹം ഉണ്ടാക്കിയ മറ്റൊരു പടം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും ടോപ്പ് ലെവലിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, വർഷങ്ങൾക്കിപ്പുറത്തും താഴ്വാരത്തിൻ്റെ തലക്കെട്ട് ഒരുപക്ഷെ മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും മനോഹരമായ തലക്കെട്ടായിരുന്നു. താഴ്വാരം എന്ന തലക്കെട്ടിന് മേലെ MT എഴുതി വെച്ചൊരു വരിയുണ്ട്, കൊല്ലാൻ അവൻ ശ്രമിക്കും ചാവാതിരിക്കാൻ ഞാനും എന്ന്. ആ വരികളിലാണ് ആ സിനിമയുടെയും ഒരുപക്ഷെ അതിനുശേഷം മലയാളത്തിൽ ഇങ്ങ് അയ്യപ്പനും കോശിയും സച്ചിയിൽ സംഭവിക്കുമ്പോൾ ഇനി വിലായത്ത് ബുദ്ധ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ കാലങ്ങളായി രണ്ട് വ്യക്തികൾക്കിടയിലുള്ള കുടിപ്പകയുടെ സിനിമകളുടെ എല്ലാം പുറപ്പാട് സത്യത്തിൽ താഴ്വാരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് എൻ്റെ കാഴ്ചശീലങ്ങൾക്ക്. ഈ പുറപ്പാടിന് മുഴുവനുമുള്ള ആമുഖം കൂടിയാണ് സത്യത്തിൽ കൊല്ലാനവൻ ശ്രമിക്കും ചാവാതിരിക്കാൻ ഞാനും എന്ന വരി. കൊല്ലാൻ ഇനിയും നോക്കും അവൻ, ചാവാതിരിക്കാൻ ഞാനും. ആ വരി മോഹൻലാൽ ജീവിച്ച് കാണിക്കുകയായിരുന്നു ആ സിനിമ. ഈ ക്യൂട്ട്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിത്രം, താളവട്ടം പോലുള്ള സിനിമകൾ ഭയങ്കര രസമായിട്ട് മനോഹരമായിട്ട് ലാലേട്ടനെ ചിത്രീകരിച്ചിട്ടുണ്ട്.
ദൂരെ പകലിന്റെ തിരിനല്ലെ താഴുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ദശരഥത്തിലുള്ള ക്യൂട്ട്നെസ് പോലൊരു ക്യൂട്ട്നെസ് കളിപ്പാട്ടത്തിൽ പോലും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ആ ദശരഥത്തിലെ ക്യാരക്ടർ വന്നിട്ട് ആ കസേരയിലിരിക്കുന്ന ഒരു സീനുണ്ട്, ആ വീഴാൻ പോയിട്ട് എണീറ്റ് വന്നിട്ട് വീണ്ടും ഇരിക്കുന്ന സീനുണ്ട്. അതിൽ ലാലേട്ടൻ്റെ മുഖത്ത് കാണുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ട്. ലാലേട്ടന് പോലും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സീനാണ്. ശരിക്കും മോഹൻലാൽ സിനിമകളുടെ ഏറ്റവും ടോപ്പ് ലെവൽ ഒരു സീൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ കിരീടമൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും ലൈറ്റായിട്ട് എളുപ്പത്തിൽ സ്വീകരിക്കാൻ തോന്നുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ആ സീനാണ്. ശരിക്കും ദശരഥത്തെക്കുറിച്ച് നമ്മൾ ഇനിയും വർത്തമാനം പറയാനുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ദശരഥത്തെക്കുറിച്ച് കഞ്ചാവിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്. ദശരഥത്തിൽ ഒരു നക്ഷത്ര മദ്യാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലൈഫ് എൻ്റെയാണ്, എൻ്റെ മാത്രം, ഞാനത് എനിക്ക് തോന്നിയ പോലെ ചെയ്യും, ഞാൻ വേണമെങ്കിൽ അത് എറിഞ്ഞുടക്കും, ഞാനത് തട്ടിക്കളിക്കും എന്നൊക്കെ ലൈഫിൻ്റെ ഒരു ഫിലോസഫി സംസാരിക്കുന്ന മോഹൻലാലിൻ്റെ ഒരു അഭിനയ മുഹൂർത്തമുണ്ട്. ലൈഫ് എന്റെയാണ്, എന്റെ മാത്രം, ഞാനേ അത് അലമാരി വെച്ച് പൂട്ടും. രജനീഷ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മഴ പെയ്യുന്ന പോലെയോ ഒരു പൂവിരിയുന്ന പോലെയോ ഒക്കെയുള്ള ഒരു പ്രതിഭാസമാണ് മോഹൻലാൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നും. അയാളൊരു മനുഷ്യനായോ അയാളൊരു അഭിനേതാവായോ അല്ല പലപ്പോഴും സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അയാളൊരു ഫീലായി ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. അഭിനയം റെസ്പോണ്ടിങ് ആണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചുറ്റുമുള്ളൊരു എക്കോസിസ്റ്റം പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഒരു പൂവിരിയുന്ന പോലെ, ചുറ്റുമുള്ള പ്രകൃതിയുടെ ഡിമാൻഡിനനുസരിച്ച് ഒരു മഴ പെയ്യുന്ന പോലെ മോഹൻലാൽ നമ്മളുടെ തിരശ്ശീലയിൽ ഇങ്ങനെ സംഭവിച്ചു പോവുകയായിരുന്നു. അത് മാറിയ കാലങ്ങളിലെല്ലാം മലയാളി അതിനോട് പ്രതിഷേധിച്ചിട്ടുമുണ്ട്. മോഹൻലാൽ അഭിനയിക്കാൻ ശ്രമിച്ച നേരങ്ങളിലാണ് പഴയ ലാലേട്ടൻ എവിടെ എന്നൊക്കെയുള്ള മുറവിളി ഉയർന്നിട്ടുണ്ടാവുക. മലയാളിക്ക് ഇഷ്ടം എപ്പോഴും അങ്ങനെ സംഭവിച്ചു പോകുന്ന മോഹൻലാലിനെയാണ്. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ പല കഥാപാത്രങ്ങളും ചരിത്ര പുരുഷന്മാരാവുകയും മമ്മൂക്കയുടെ പല കഥാപാത്രങ്ങളും ആയുധധാരികളൊക്കെയായി വന്ന് യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചന്തുവിനെ പോലെയൊക്കെയുള്ള കഥാപാത്രങ്ങളെ മമ്മൂട്ടി ആവിഷ്കരിക്കുമ്പോൾ, പഴശ്ശിരാജയെ ആവിഷ്കരിക്കുമ്പോഴൊക്കെ നാം അത് കണ്ടിരിക്കാൻ തയ്യാറാണെങ്കിലും അങ്ങനെ ഒരു കൃത്രിമത്വം പോലും, അങ്ങനെ ഒരു അഭിനയം പോലും മോഹൻലാലിൽ നിന്ന് മലയാളി ഡിമാൻഡ് ചെയ്യുന്നില്ല. മോഹൻലാൽ അങ്ങനെ സ്വതേ സംഭവിച്ചു പോയാൽ മതി എന്നാണ് മലയാളിയുടെ തോന്നൽ. വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ലാലേട്ടനെ നമ്മൾ പൊതു വേദികളിൽ കാണുന്ന സമയത്ത് പുള്ളിയുടെ മാനറിസം എന്ന് പറയുന്നത് ഭയങ്കര ഷൈ ആയിട്ടുള്ള, എപ്പോഴും അങ്ങനെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തന്നെ കഥാപാത്രങ്ങൾക്ക് ഊർജ്ജം കൊടുക്കാനും, ലാലേട്ടൻ മീശ പിരിച്ചാലും മുണ്ട് മടക്കി കുത്തിയാലും നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലാലേട്ടനെ നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ കഥാപാത്രമായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കാലൊന്ന് ഉയർത്തി മുണ്ടൊന്ന് പിടിച്ചാൽ തീർന്നു, തിയേറ്ററിൽ പിന്നെ കയ്യടിയുടെ ബഹളമാണ്. ആ മനുഷ്യൻ്റെ ചില സമയത്ത് ഇപ്പോൾ സതയത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അയാൾ എന്താണ് ആ സമയത്ത് അനുഭവിച്ചതെന്നുള്ളത് നമുക്ക് പിടികിട്ടിയിട്ടില്ല. അതൊരു പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ അറിഞ്ഞുകൂടാ. അതിനപ്പുറത്തേക്കാണ് അതിനകത്ത് ഈ പറയുന്ന ഫ്രെയിം വെച്ചുണ്ട്. സ്ഥിരം ലൈറ്റ് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈറ്റൊന്നും അവിടേക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് കരുതണേ. സത്യത്തിൽ ആ സിനിമകൾ വെച്ച് ഇക്കാലത്തിനെ നാം ആലോചിക്കുമ്പോഴാണ് ലാൽ സാറിന് ശേഷം ഇങ്ങോട്ടേക്ക് മലയാള സിനിമ കണ്ട പുതിയ താരങ്ങളെ വെച്ച് ഞാൻ എപ്പോഴും അത്തരം സിനിമകൾ ആലോചിച്ച് നോക്കും. അത്തരം സിനിമകളുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ നാം പറയുമ്പോഴും, സിനിമ പുതിയ കാലത്തിനനുസരിച്ച് മാറിയെന്ന് പറയുമ്പോഴും, സിനിമ പലപ്പോഴും ഇക്കാലത്തിനനുസരിച്ച് മാറുകയായിരുന്നോ, അക്കാലത്തെ സിനിമകളെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം നമ്മളുടെ അഭിനേതാക്കൾ ദുർബലപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. അത് ലാലേട്ടൻ ചെയ്തു വെച്ച ക്യാരക്ടറായാലും മമ്മൂക്ക ചെയ്തു വെച്ച ക്യാരക്ടറായാലും, കിരീടത്തിലെ സേതുമാധവനെയോ സതയത്തിലെ നായകനെയോ താഴ്വാരത്തിലെ നായകനെയോ പുതിയ മലയാള താരങ്ങൾ അഭിനയിച്ച് ആവിഷ്കരിക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെ ഉണ്ടാവുമെന്ന ചിന്ത എനിക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പഴയ മലയാള സിനിമയുടെ മഹത്വം. ഞാനെപ്പോഴും പഴയ കാലത്തിൻ്റെ മഹത്വം പറയുന്ന നൊസ്റ്റാൾജിയകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും അല്ല. അങ്ങനെ പറയുന്നവരോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ്. അന്നായിരുന്നു എല്ലാം ഉള്ളത്, ഇന്നില്ല എന്നുള്ള അഭിപ്രായത്തോട് എനിക്കൊരു യോജിപ്പില്ല. പക്ഷേ എങ്കിൽ പോലും പിൽക്കാലത്തിന് മറികടക്കാൻ കഴിയാത്തത്രയും വലിയ ചെക്ക് വെച്ചിട്ടാണ് മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിൽ നിൽക്കുന്നതെന്ന് പുതിയ മലയാള സിനിമ കാണുമ്പോൾ തോന്നാറുണ്ട്. ലിജീഷ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് മമ്മൂക്കയുടെ സിനിമകളും, എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന ജീവിതമാണ് ലാലേട്ടൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയും. എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ടുള്ളൊരു ഒബ്സർവേഷനാണ്. നമ്മൾ എത്ര ആവർത്തിച്ചത് വായിച്ചു നോക്കുമ്പോഴും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണ്, നമ്മുടെ മോഹങ്ങളാണ് ശരിക്കും മോഹൻലാൽ, പക്ഷെ നമ്മുടെ യാഥാർത്ഥ്യമാണ് ശരിക്കും മമ്മൂക്ക എന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടായ ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. പക്ഷേ
ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ പറയുകയല്ല. ഇന്ന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചത്തിൽ പറയണമെന്നും നാളെ അത് തെറ്റാണെന്ന് തോന്നിയാൽ നാളെ മാറ്റി പറയണം എന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നെനിക്ക് തോന്നുന്ന ഒന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റായി ഇടുകയും നാളെ അത് തെറ്റിപ്പോയെന്ന് തോന്നിയാൽ എൻ്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യലാണ് ഒരു സാധാരണ മനുഷ്യൻ എന്ന രൂപത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് പറഞ്ഞു പോയതിൻ്റെ ഭാരത്തിലൊന്നും അല്ല ഞാനിത് പറയുന്നത്. പക്ഷേ മമ്മൂട്ടിയെ ഞാൻ എങ്ങനെ നോക്കുമ്പോഴും മമ്മൂട്ടിയുടെ നൃത്തം, മമ്മൂട്ടി ആവിഷ്കരിച്ച പലതും മലയാളി അയാളുടെ ജീവിത പരിസരത്തിൽ ഇടപെടുന്ന ഇടപെടലുകളുടെ തനി ആവിഷ്കാരങ്ങളായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക കുതിരപ്പുറത്ത് വരുന്നത്, മമ്മൂക്ക യുദ്ധം ചെയ്യുന്നത്, മമ്മൂക്ക ചന്തു ആവുന്നത്, മമ്മൂക്ക അംബേദ്കർ ആവുന്നത്, നാം നിത്യജീവിതത്തിൽ കണ്ടു പരിചരിച്ചിട്ടില്ലാത്ത പലരുമാവാൻ എളുപ്പം കഴിയുന്ന, എളുപ്പം ഒരു അഭിനേതാവിൻ്റെ സകലമാന സൗന്ദര്യത്തെയും തിരശീലയിൽ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരാളാണ് മമ്മൂട്ടി. അങ്ങനെ ഒരാൾക്ക് നൃത്തം ഇത്ര വർഷമായും ആവിഷ്കരിക്കാൻ കഴിയില്ല, നൃത്തം അയാൾക്ക് അഭിനയിച്ച് കാണിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് മമ്മൂട്ടി എന്താണ് ഇങ്ങനെ നൃത്തം ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനും രജനീഷും ഒക്കെ ജീവിതത്തിൽ ചെയ്യുന്ന നൃത്തമാണ് മമ്മൂട്ടി സിനിമയിൽ ചെയ്യുന്ന. അതിൽ പരം വലിയ നൃത്തമൊന്നും നമ്മളാരും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മാത്രമല്ല മമ്മൂട്ടി പ്രേമം പറയുന്നൊരു മീറ്ററുണ്ട്, വളരെ അടുത്ത് ചെന്ന് എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന അടക്കി പിടിച്ചൊരു പറച്ചിലുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രേമം പറയുന്ന ഒരു എക്സെൻട്രിക് കാമുകനെയൊന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഐ ലവ് യു എന്ന് അലറി വിളിച്ചോടുന്ന മോഹൻലാലിനെ നമുക്ക് കാണാം, നൃത്തം ചെയ്യുന്ന ലാലേട്ടനെ നമുക്ക് കാണാം, പൊട്ടിക്കരയുന്ന ലാലേട്ടനെ കാണാം. അടക്കിപ്പിടിച്ചൊരു കരച്ചിലും അടക്കിപ്പിടിച്ച പ്രേമം പറച്ചിലും വളരെ സംയമനത്തോടെയുള്ള ചേർത്ത് നിർത്തലും ഒക്കെയാണ് മലയാളി മധ്യവർഗ പുരുഷന് പരിചിതം. ഇതിനെയൊക്കെയാണ് മമ്മൂട്ടി അതേപോലെ തിരശീലയിൽ ആവിഷ്കരിച്ചത്. മറിച്ച് നമുക്കിഷ്ടമാണ് ഐ ലവ് യു എന്ന് പറഞ്ഞ് ഓടാൻ, നമുക്കിഷ്ടമാണ് ഭ്രാന്തമായി കെട്ടിപ്പിടിക്കാൻ, നമുക്കിഷ്ടമാണ് പൊതുവിടത്തിൽ ചെന്ന് ഉമ്മ വയ്ക്കാൻ. അങ്ങനെ ലാലേട്ടൻ കാണിക്കുന്ന എല്ലാ കുസൃതികളും എന്നെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ്. മോഹൻലാൽ ഒരു സ്വപ്ന ജീവിതം തന്നെയാണ്. അത് സാധ്യമാവാതെ മരിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മളേറെയും. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കൊതിപ്പിച്ചുകൊണ്ട് ഒരു മോഹൻലാൽ എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ വിധേയത്വമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ഇപ്പോൾ കുടുംബത്തോട് വിധേയത്വമുള്ള കഥാപാത്രം, അല്ലെങ്കിൽ സമൂഹത്തോട് വിധേയത്വമുള്ള കഥാപാത്രം. ഇപ്പോൾ ബാലമാഷ് തനിയാവർത്തനത്തിൽ മാഷ് തന്നെയാണ് വരുത്തി വെക്കുന്നത് ആ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരവസ്ഥക്കെതിരായിട്ട് മാഷിൻ്റെ കാശ് കൊണ്ട് തന്നെയാണ് അവിടെ മന്ത്രവാദവും കൂടോത്രവും ഒക്കെ നടക്കുന്നത്. അപ്പം മാഷ് തന്നെ ശരിക്കും വില്ലനായി പോകുന്ന, സ്വയം തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്ന വിധേയത്വം പലതിലുമുണ്ട്. പക്ഷെ വിധേയനിൽ ഒരു റോള് അവതരിപ്പിക്കുമ്പോൾ ആ വിധേയത്വം മാറി. പൊന്തമ്മാടയിൽ വിധേയനായിട്ട് അവതരിപ്പിക്കുകയും എന്നാൽ വിധേയനിൽ വേറൊരു ഭാസ്കര പട്ടേൽ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് എന്തുമാത്രം കണ്ടതിൽ ഏറ്റവും ക്രൂരനായ ജന്മി. പാലരിമാണിക്യം കാണുന്ന സമയത്ത് നമുക്ക് അയാളുടെ ആംഗിളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇങ്ങനെയൊന്നും ആംഗിൾ വെച്ചിട്ട് ഈ വില്ലനെ ഇത്രയും വലുതാക്കരുത്, നായകനെ കുറച്ചുകൂടെ കാണിക്കുമെന്ന് എൻ്റെ ഉള്ളുകൊണ്ട് പറയേണ്ടി വന്നു. കാരണം ഈ മനുഷ്യനങ്ങ് അവതരിപ്പിച്ച് കൊന്നുകളയാണ്. എന്ന് വെച്ചാൽ ആ നായകൻ തീർന്നു. അങ്ങനത്തെ ചിലപ്പോൾ പുഴുവിൽ പോലും ഈ മനുഷ്യനെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു ഒബ്ജക്ഷൻ തോന്നി. കാരണം ഇയാളെ പോലെയാണ് മറ്റവരെന്ന് തോന്നിയിട്ട് അവർ ജസ്റ്റിഫൈ ചെയ്താലോ, അത്രയും നന്നായിട്ടാണ് ആ പുഴുവിലും ആ മനുഷ്യനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ചില വൈരുദ്ധ്യങ്ങളെയൊക്കെ വളരെ സമർത്ഥമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രതിഭയാണ് മമ്മൂക്ക എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കും? മമ്മൂക്ക തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമിൽ നിൽക്കുമ്പോഴും താരമായി തുടരുമ്പോഴും അത്തരം ഏറ്റെടുക്കലുകൾക്ക് മമ്മൂക്ക തയ്യാറാണ് എന്നതുകൂടിയാണ്. ഇപ്പോൾ പുഴുവിലെ കുട്ടൻ എന്ന IPS കാരനാവാൻ മമ്മൂക്ക തയ്യാറാവുമ്പോൾ തൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന നായകൻ ആരാണ് എന്നത് മമ്മൂട്ടിക്ക് പ്രശ്നമല്ല. അപ്പുണ്ണി ശശി ഗംഭീരനായ അഭിനേതാവാണെങ്കിലും നാടകലോകത്തിന് അയാൾ പരിചിതനാണെങ്കിലും മലയാള സിനിമയ്ക്ക് അയാൾ പുതുതാണ്. അങ്ങനെ ഒരാളെ തനിക്കെതിരെ നിർത്തി റത്തീന പുഴു കൊണ്ടുവരുമ്പോഴും അതിലെ വില്ലൻ കഥാപാത്രം സ്വീകരിക്കാൻ മമ്മൂക്ക തയ്യാറാവുന്നു. ഇപ്പോൾ നേരത്തെ ഭാസ്കര പട്ടേലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയിൽ എവിടെയോ ആണ് വർഷങ്ങൾക്കിപ്പുറത്ത് ഭ്രമയുഗം സംഭവിക്കുന്നത്. നിനക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറയുന്ന ഭ്രമയുഗത്തിലെ പറച്ചിൽ തന്നെയാണ് തുമ്മിയോട് ഭാസ്കര പട്ടേലരും പല നേരങ്ങളിലായി പറഞ്ഞ് നാം കേട്ടിട്ടുള്ളത്.
ഇപ്പോൾ കളങ്കാവൽ എന്ന സിനിമ വരുമ്പോൾ എതിരറ്റത്ത് വിനായകനാണ്, ഇപ്പുറത്തറ്റത്ത് മമ്മൂക്കയാണ് നിൽക്കുന്നത്. കളങ്കാവലിൻ്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് വരുമ്പോൾ പോലും നമുക്ക് മുരിക്കുന്നൻ താമര അജിയെ പോലെയോ ഭാസ്കര പട്ടേലിനെ പോലെയോ പുഴുവിലെ കുട്ടനെ പോലെയോ തോന്നിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്കുമായാണ് മമ്മൂക്കയുടെ ചിത്രം പുറത്തു വന്നത്. എപ്പോഴും ധീരമായ അത്തരം തെരഞ്ഞെടുപ്പുകൾക്ക് മമ്മൂക്ക തയ്യാറായിരുന്നു. തന്നെ പുതുക്കി മമ്മൂക്ക മുന്നോട്ട് പോയി. മമ്മൂട്ടി കമ്പനി എടുത്ത സിനിമകളുടെ ഗ്രാഫ് എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും അത്തരം വലിയ അറ്റംപ്റ്റുകൾ അദ്ദേഹം നടത്തി. കാതൽ പോലെ ഒരു സിനിമ പുതിയ കാലത്ത് ആളുകളുടെ മുമ്പിലേക്ക് മമ്മൂക്കയെ പോലെ ഒരാൾ വെച്ചു. ലാലേട്ടൻ ആണത് ചെയ്യുന്നതെങ്കിൽ അതിൽ വലിയ കൗതുകമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ നാം കാണുന്ന സമയത്ത് ആളുകൾ അതിനെ വലിയ കൗതുകത്തോടുകൂടെ സംസാരിക്കുന്നുണ്ട് എങ്കിലും ലാൽ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. മമ്മൂക്ക മറ്റൊരാളായി മാറി നിൽക്കുമ്പോഴും തൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെയായി തീരാൻ മമ്മൂക്ക ശ്രമിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെയാണ് നാം എപ്പോഴും സൗന്ദര്യത്തോട് ചേർത്ത് നിർത്തി എണ്ണിയിട്ടുള്ളത്. ഞാനതിനെ സൗന്ദര്യത്തോട് ചേർത്ത് നിർത്തി അല്ല എണ്ണുന്നത്. ആ പ്രായത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും ചിന്താശക്തിയും നോട്ടവുമൊക്കെ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ റെയറസ്റ്റായി ഒരുപക്ഷെ ആ പ്രായത്തിൽ നിൽക്കുന്ന ലെജൻഡുകളിൽ കാണുന്ന പ്രത്യേകതയായിരിക്കും. ആമുഖമായി എന്തെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചതാണ് കേട്ടോ. ഇത് രസകരമായ ടോക്കാണ്. ഈ മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിപ്പിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. സിനിമ എന്തായി? സിനിമയെക്കുറിച്ച് സത്യത്തിൽ ഇതുവരെ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. സിനിമ ഒക്ടോബറിൽ 2-ാം തീയതി അനൗൺസ് ചെയ്യാനിരിക്കുന്നു. അന്നാണ് സത്യത്തിൽ അനൗൺസ് ചെയ്യേണ്ടത്, ഇന്നല്ല. ഇന്ന് ഞാൻ ഇവിടുന്ന് അനൗൺസ് ചെയ്താൽ അതിൻ്റെ സംവിധായകൻ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആമിറാണ്, അതും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ആമിർ പള്ളിക്കലാണ് സംവിധാനം ചെയ്യുന്നത്. ആമിർ ആദ്യം ആയിഷ, മഞ്ജു ചേച്ചി അഭിനയിച്ച മഞ്ജു വാര്യർ പടം ആയിഷ ഡയറക്റ്റ് ചെയ്തു. ആയിഷയെ കാണുമ്പോഴാണ് ആമിറിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. ആയിഷ എന്നെ ഒരുപാടേറെ മോഹിപ്പിച്ച സിനിമകളിൽ ഒന്നായിരുന്നു. അന്ന് മുതലേ ആമിറിനൊപ്പം ഒരു പടം ചെയ്യണമെന്ന ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനുശേഷം ആമിർ ED ചെയ്തു. കഴിഞ്ഞ വർഷം സുരാജേട്ടൻ അഭിനയിച്ച പടം ED ചെയ്തു. ആമിറിൻ്റെ 3ാമത്തെ സിനിമയാണ്. ഞാൻ കഥ എഴുതുന്നു, തിരക്കഥ എഴുതുന്നു. ഡിസംബർ 15-ാം തീയതി ഷൂട്ട് തുടങ്ങും. ജനുവരി അവസാനമാകുമ്പോഴത്തേക്ക് കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷകളിലാണ് ഉള്ളത്. മറ്റ് വിവരങ്ങൾ ഇത്രയും കിട്ടിയാൽ മതി. അതെ, ശരിക്കും ഈ വർത്താനത്തിൻ്റെ ഒരു സ്റ്റൈല് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്ലാസ് എടുത്താണോ ഇങ്ങനെ ഒരു സ്റ്റൈല് വന്നതെന്ന് അറിഞ്ഞു. സ്പോണ്ടേനിറ്റി ഭയങ്കര രസമാണ്. ഇപ്പോൾ വേദികളിലൊക്കെ KLFൻ്റെ വേദിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഈ മലയാളം ഇങ്ങനെ തൊടുത്ത് പറയുന്നതാണ്. അപ്പം എനിക്ക് ഈ തൊടുത്തു പറയുന്ന വർത്താനം സത്യത്തിൽ ഞാൻ ശീലിച്ചിട്ടുമില്ല, എനിക്ക് അറിയുകയില്ല. അപ്പോൾ മൈക്കിൽ സംസാരിക്കുന്ന തന്നെ തൊടുത്ത് എനിക്ക് വർത്താനം പറയാം. എങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പഠിച്ചത്? സത്യത്തിൽ എനിക്ക് എൻ്റെ ഈ വർത്താനം അത്ര ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. എനിക്ക് കുറച്ചുകൂടെ നമ്മൾ ഈ ഭാഷ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഇത് ജെനുവിൻ ആണോ ഈ സംസാരം, ഇയാൾ ഭയങ്കര ആർട്ടിഫിഷ്യലായി സംസാരിക്കുകയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ അറിയാതെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അറിയാതെ സംസാരിച്ചു പോകുന്ന ഈ സംസാരം സത്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ചുകൂടെ ഞാൻ നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന പോലെ ഒന്ന് കലവില സംസാരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ശീലം കൊണ്ടാവാം, അത് ക്ലാസ്സിനകത്ത് കുഞ്ഞുങ്ങളോട് സംസാരിച്ച ഭാഷയാവാം, അല്ലെങ്കിൽ നമ്മളൊക്കെ പല കാലങ്ങളിൽ പലയിടങ്ങളിൽ സംസാരിച്ചും ഒക്കെ ശീലിച്ച ശീലത്തിൻ്റെ പ്രശ്നമാവാം. അതിൻ്റെ തുടർച്ചയിൽ ഈ ലാംഗ്വേജ് എന്നെ വിട്ടുപോകാതെ ഇങ്ങനെ അങ്ങ് കിടന്നുപോയി. ഈ പ്രായം അധികം തോന്നിക്കുന്നില്ല, ഞാൻ പ്രായം ചോദിക്കുന്നില്ല. പക്ഷേ GS പ്രദീപിൻ്റെ പരിപാടിക്ക് പോയിരിക്കുമ്പോൾ സുന്ദരനായ മനുഷ്യനെന്ന് അയാൾ വിശേഷിപ്പിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു ചിരിച്ച് സംസാരിക്കുന്നത് ആ സൗന്ദര്യത്തിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യമാണ്. ഈ ചിരിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അതൊരു കോൺഷ്യസ് ആയ പ്രവൃത്തിയാണോ? എവിടെ നിന്നാണ് ഈ ചിരിച്ച് സംസാരിക്കൽ തുടങ്ങിയത്? ഞാൻ ഇങ്ങോട്ടേക്ക് എന്നെ പുകഴ്ത്തിയത് കൊണ്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പുകഴ്ത്തുന്നു എന്ന് വിചാരിക്കണ്ട. ഞാനും വലിയ രസമായി രജനീഷിനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ അടുത്തൊരാളോട് പറഞ്ഞു, രജനീഷിൻ്റെ കവിളിൽ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാനൊരിക്കൽ എഴുതിയിട്ടുണ്ട്. എവിടെയോ മുമ്പ് ചിരിയെക്കുറിച്ച് വായിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഉള്ളിൽ എപ്പോഴും കിടപ്പുണ്ട്. പ്രായം ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായി മാഞ്ഞു തുടങ്ങും. ഓർമ്മകൾ മായും, കണ്ട കാഴ്ചകൾ മായും, എല്ലാം മാഞ്ഞു തുടങ്ങും.
പക്ഷെ ആദ്യം മായുക ചിരിയായിരിക്കുമെന്ന്. ചിരിയാണ് ആദ്യം മായാനിടയുള്ളത്. നമ്മളൊക്കെ പതിയെ പതിയെ ചിരി മറക്കാൻ തുടങ്ങും എന്നതുകൊണ്ട് എനിക്ക് ചിരി മായരുതേ എന്ന പ്രാർത്ഥന സത്യത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അതെൻ്റെ ഒരു നേരത്തെ സംസാരിച്ചെക്കുറിച്ച് പറഞ്ഞ പോലെ അതെൻ്റെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി എന്നോ കൂടെ കൂടിയ ഒന്നാണ്. ഇനി ഒട്ടും ചിരിക്കാതെ ഇരിക്കണം. ഇപ്പോൾ സിനിമയുടെ ഒക്കെ കഥയൊക്കെ പറയുന്ന സമയത്ത് ഏറ്റവും ആളുകൾ കരഞ്ഞു പോകുന്ന സിറ്റുവേഷൻ പറയേണ്ട ഘട്ടത്തിൽ പോലും ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചു കേട്ടോ എന്നൊക്കെ കഥ പറയും. ഈ അടുത്ത് ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞു, കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് പറയാഞ്ഞിട്ടാണ്. പക്ഷേ മരണമൊക്കെ പറയുമ്പോൾ ആ ഫീലിംഗ് മുഖത്ത് ഇങ്ങനെ ചിരിച്ചാൽ കിട്ടില്ല കേട്ടോ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തു പറയുമ്പോഴും ഈ സ്വഭാവം എൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുഴപ്പം പിടിച്ച സ്വഭാവമുണ്ട്. ചിരി ചില നേരങ്ങളിൽ നല്ലതും ചില നേരങ്ങളിൽ കുഴപ്പമാണ്. ഏറ്റവും രൂക്ഷമായി നമ്മളെ ഒന്ന് ചീത്ത പറഞ്ഞു കളയാം എന്നൊക്കെ വിചാരിച്ച് മുമ്പിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താനൊക്കെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ നിന്ന് അവർ പ്രശ്നം പറയുമ്പോൾ നമ്മൾ ചിരിച്ചാൽ അവർ വിചാരിക്കുന്നത് ഈ പ്രശ്നത്തെ ഇത്ര ഗൗരവത്തിൽ ഇയാൾ എടുത്തില്ലെങ്കിലോ, ഇയാൾ ഇതിന് ഇൻസൾട്ട് ചെയ്യുകയാണോ എന്നൊക്കെ ആളുകൾക്ക് തോന്നുന്നു. അപ്പോഴും എനിക്കിത് മറച്ചു വെക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് സത്യത്തിൽ. അതുകൊണ്ട് ചിരി എല്ലാ നേരങ്ങളിലും അത്ര ഗുണം ചെയ്യാറില്ല. പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ആശ്വാസമായിരിക്കും എപ്പോഴും ചിരിക്കുന്നതേ. കാരണം ഈ മനുഷ്യൻ ഇങ്ങനെ നേരിടുമെന്ന് തോന്നുമ്പോൾ അവരെന്ത് പ്രശ്നവും വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മക്കളുടെ ഒരു ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഒരു കഴിഞ്ഞൊരു 10-20 വർഷമായി 2003 4 മറ്റോ ആണ് ഞാൻ ആദ്യമായി ക്ലാസ് എടുക്കാൻ വേണ്ടി, ഞാനന്ന് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു എൻട്രൻസ് ക്ലാസ് ഒക്കെ എടുത്ത് തുടങ്ങുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ടേക്കുള്ള 10-20 വർഷക്കാലം എൻ്റെ ചുറ്റും നിരന്തരമായി ഉണ്ടായിരുന്നത് ആ പ്രായത്തിലുള്ള കുട്ടികളാണ്. 16-17 വയസ്സുള്ള കുട്ടികളാണ്. ആ പ്രായത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ആ പ്രായത്തെ കേൾക്കാൻ പലപ്പോഴും ആളുകൾക്ക് നേരമില്ല എന്നുള്ളതാണ്. അവർ കാണിക്കുന്ന എല്ലാ കുഴപ്പങ്ങളെയും കുഴപ്പങ്ങളായി മാത്രമാണ് പലപ്പോഴും ആളുകൾ കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അവരുടെ മാനസിക സംഘർഷങ്ങൾക്ക് നാം ചെവി കൊടുത്തിട്ടില്ല. പണ്ടൊക്കെ ആളുകൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങൾ പുതിയ ജനറേഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറി, വീട്ടിലും കുടുംബത്തിലൊക്കെ എല്ലാം ഉണ്ട്, പിന്നെ ഇവനെന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത്. പക്ഷേ അങ്ങനെ കുടുംബത്തിലുള്ളതാണോ ഒരു കുട്ടിക്ക് വേണ്ടത്? നാം ഒരുക്കി കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണോ ഒരു കുട്ടിക്ക് വേണ്ടത്? കുട്ടിയുടെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നാം എത്രത്തോളം തയ്യാറാവുന്നു എന്നതൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആ ജനറേഷൻ കടന്നു പോകുന്ന കടുത്ത മാനസിക സംഘർഷങ്ങളെ കേട്ടിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അത് അവർക്കും അറിയാം, എനിക്കും അറിയാം. അത് ചിരിക്കുമ്പോഴും അല്ലാത്ത നേരങ്ങളിലും ഒക്കെ അവരും ഞാനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ നിരന്തരമായി ഉള്ളതായി എനിക്ക് തോന്നാറുണ്ട്. ഞാനിങ്ങനെ മുതിർന്ന് പോകുമ്പോൾ എൻ്റെ പേടി 10-20 വർഷം മുമ്പേ അവരെ കേട്ട മനസ്സോടുകൂടെ എനിക്ക് ഇനി അധികകാലം അവരെ കേൾക്കാൻ പറ്റില്ല, കാരണം വയസ്സായി വരികയാണ് എന്നൊരു പേടി എനിക്കുണ്ട്. പക്ഷെ വയസ്സായിട്ടില്ല, മുഖം കണ്ട അങ്ങനെ പറയില്ല. കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്. കാരണം വർത്തമാന പുസ്തകം എന്ന് പറയുന്നത് വെറും വർത്തമാനമല്ല എന്നുള്ളതും വർത്തമാനകാലത്തെ അഡ്രസ്സ് ചെയ്യുകയാണെന്നുള്ളതും പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അതിൽ രേഷ്മ ഖുറൈഷിയുമായിട്ട് അഭിമുഖം നടത്തുന്ന നിങ്ങൾ കരഞ്ഞു എന്ന് പറയുമ്പോൾ വായിച്ച ഞാനും കരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ അല്ലാതെ നമുക്കത് വായിച്ച് തീർക്കാൻ പറ്റില്ല. അവർ കടന്നുപോയ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും ഭീതിതമാണ്. അവിടെ അവരുടെ മുഖത്ത് ആസിഡ് വീണ ശേഷമുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത്. കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എടുക്കാതെ FIR എഴുതാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്ന അവരോട് FIRൻ്റെ പ്രൊസീജിയർ തീർത്തിട്ട് നിങ്ങൾക്ക് ശുശ്രൂഷ തരാമെന്ന് പറയുന്നത് ഏത് ലോകത്താണെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഹോപ്പ് എന്ന് പറയുന്ന വാക്കിനെ തന്നെ ശപിച്ചു പോകും. കാരണം ഇത്രയും ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു വേൾഡിലാണല്ലോ സർവൈവ് ചെയ്യേണ്ടത്. പക്ഷേ അവർ ഉയരങ്ങളിലേക്ക് എത്തി റാമ്പിൽ നടക്കുന്ന സമയത്ത് ഞാൻ ആശ്വസിച്ചെന്താണെന്ന് വെച്ചാൽ, പ്രശ്നങ്ങൾ പരിഹരിച്ച് കാണാൻ നമുക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. പക്ഷെ ഒരാളുടെ പ്രശ്നം ഒരാൾ റാമ്പിലെത്തിയാൽ തീരുന്നതല്ല എന്നാണ് ഈ പുസ്തകത്തിലുടനീളമുള്ള മനുഷ്യർ 9 പേരും സിറ്റുവേഷൻസ് ഓരോന്ന്, ക്രൈസിസ് ഓരോന്ന്, പൊളിറ്റിക്കൽ സ്പേസിൽ അവരെങ്ങനെയാണ് അവരെ നിർവചിക്കുന്നത്, അവരെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഹോപ്പാണോ ഉണ്ടാവേണ്ടത്, അതേ ഹോപ്പ്ലെസ് ആയിട്ടുള്ള സമൂഹത്തെയാണോ കാണേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും എനിക്ക് തോന്നുന്നു രേഷ്മ ഖുറൈഷിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. രേഷ്മയുടെ ചേച്ചിക്കൊപ്പം ഒരു +2 കാലയളവൊക്കെ കഴിഞ്ഞ് ഒരു വെക്കേഷൻ സമയത്ത് തൻ്റെ നാട്ടിൽ നിന്ന് അല്പം ദൂരെ ഒരിടത്തേക്ക്
ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി തൻ്റെ ചേച്ചിക്കൊപ്പം, അവരൊക്കെ നോർത്തിൽ മുംബൈക്കടുത്തുള്ളൊരു സ്റ്റേഷനാണ്, ബുർക്കയൊക്കെ ധരിച്ചാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് കുടുംബത്തിലുള്ളൊരു കുടിപ്പകയുടെ പേരിൽ ചേച്ചിയെ പതിയിരുന്ന് ആക്രമിക്കാൻ വേണ്ടി ചേച്ചിയുടെ ഭർത്താവും അയാളുടെ സുഹൃത്തുക്കളും കൂടി തീരുമാനിക്കുകയാണ്. അവരൊരു കുപ്പി ആസിഡൊക്കെയായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നതിനിടയിലേക്ക് രേഷ്മയും ചേച്ചിയും കൂടെ നടന്നു വരികയാണ്. അടിമുടി മൂടിയതുകൊണ്ട്, ബുർക്കയുള്ളതുകൊണ്ട് ഇതിൽ ചേച്ചി ആര് അനിയത്തി ആരെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ ചേച്ചിയുടെ മുഖത്തേക്ക് ഒഴിക്കേണ്ട ആസിഡ് രേഷ്മയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെയാണ് കുഞ്ഞു പ്രായത്തിൽ രേഷ്മ അടിമുടി പൊള്ളിപ്പോകുന്നത്. പൊള്ളിപ്പോയ സമയത്തെക്കുറിച്ച് രേഷ്മ പറയുന്നുണ്ട്, ഞാൻ പൊള്ളിക്കിടന്നിട്ട് പോലും ഒരുപാട് നേരം ഞാനങ്ങനെ കിടന്നു, ആരും എന്നെ എടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ എടുത്തൊരു മനുഷ്യനുണ്ട്, അയാളുടെ ഉടലിലേക്ക് തൻ്റെ ആസിഡ് പകർന്നതിനെക്കുറിച്ച് രേഷ്മ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ സമയത്ത് ആസിഡാണ്, പൊള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്കിവിടെ മറ്റു കേസുകളുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഓർഡറിൽ നിങ്ങളുടെ പരാതി കേൾക്കാമെന്ന് പറഞ്ഞ് കാത്തിരിപ്പിക്കുന്ന പോലീസുകാരനെക്കുറിച്ച് പോലീസുകാരെ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കാവുന്ന ചികിത്സ ഏറ്റവും മിനിമം വേഗതയിൽ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് രേഷ്മ പറയുന്നുണ്ട്. കാത്തിരിപ്പിൻ്റെ ആ നേരങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഒരു കപ്പ് വെള്ളമെങ്കിലും ആരെങ്കിലും എൻ്റെ മുഖത്തൊഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കാണുന്ന രേഷ്മയാവുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഷ്മയുടെ ഫോണിനകത്ത് നിന്ന് എനിക്കൊരു ചിത്രം കാണിച്ചു തന്നു. ആ സന്ദർഭത്തിലാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. രേഷ്മ കാണിച്ചിട്ട്, പഴയ രേഷ്മയുടെ ചിത്രമാണ് കാണിക്കുന്നത്, കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, നോക്ക് ഈ ചിത്രത്തിൽ നോക്ക്, ഞാൻ സുന്ദരിയല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ രേഷ്മയോട് പറഞ്ഞു, ഇപ്പോഴും സുന്ദരിയാണല്ലോ, ഈ ചിത്രത്തിൽ മാത്രമല്ല ഇപ്പോഴും സുന്ദരിയാണല്ലോ എന്ന് ചോദിച്ചു. രേഷ്മ അതിനോട് പ്രതികരിച്ചൊന്നുമില്ല. പക്ഷേ രേഷ്മ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ സുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഉള്ളൊരു കുത്തലുണ്ട്. നേരത്തെ രജനീഷ് ചോദിച്ച പോലെ, ഏത് ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്? ആരെയൊക്കെ പേടിച്ചാണ് നാം ഒരു പൊതുവിടത്തിലൂടെ നടക്കേണ്ടത്? ആരൊക്കെ നമ്മൾ ആക്രമിക്കുമെന്ന് കരുതിയാണ് നാം മുന്നോട്ട് പോവേണ്ടത്? അങ്ങനെ നാം ആക്രമിക്കപ്പെട്ടാൽ ഒരു സാധാരണ പൗരന് ഇന്ത്യ കൊടുക്കുന്ന കരുതൽ എത്രത്തോളമായിരിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് രേഷ്മ ഖുറേഷിയുടെ ജീവിതം. ഒരുപാടേറെ നാൾ അങ്ങനെ പൊള്ളിക്കിടന്നതിന് ശേഷം ആദ്യമായി എഴുന്നേറ്റ് വന്ന് കണ്ണാടി നോക്കിയ ദിവസത്തെക്കുറിച്ച് രേഷ്മ പറയുന്നുണ്ട്. ആ കണ്ണാടി രേഷ്മ തല്ലി പൊട്ടിച്ച് കളയായിരുന്നു. ഞാനായിരുന്നില്ല ആ കണ്ണാടിയിൽ, മറ്റാരെയോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഭ്രാന്തമായി പെരുമാറുന്ന, മാസങ്ങളോളം ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി മാനസിക രോഗ വിദഗ്ധയെ കണ്ട് മരുന്ന് കഴിച്ചിരുന്ന ഒരു രേഷ്മയുണ്ട്. അവിടെ നിന്നൊക്കെയാണ് രേഷ്മ ഖുറേഷി എന്ന പെൺകുട്ടി നടന്ന് ന്യൂയോർക്കിലെ ഫാഷൻ റാമ്പിനകത്ത് ചുവട് വെക്കുന്നത്. അർച്ചന കോച്ചാർ അണിയിച്ച കുപ്പായവുമിട്ട് ന്യൂയോർക്ക് ഫാഷൻ റാമ്പിനകത്ത് ചുവട് വെക്കുന്ന രേഷ്മ ഖുറേഷി എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു മാതൃകയാണ്. അങ്ങനെ പൊള്ളിച്ചാലൊന്നും തീർന്നു പോവില്ല. ആണധികാരത്തിൻ്റെ ആസിഡ് ആക്രമണങ്ങൾക്ക് മുമ്പിൽ തീർന്നു പോവില്ല ഇന്ത്യൻ പെൺകുട്ടിയുടെ വീര്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നിൽപ്പായിരുന്നു ആ റാമ്പിനകത്തുള്ള രേഷ്മയുടെ നിൽപ്പ്. പൊള്ളിയ മുഖത്ത് ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേച്ചു പിടിപ്പിച്ചുകൊണ്ട് രേഷ്മ നടത്തുന്ന ഒരു വീഡിയോ വ്ളോഗുണ്ട്. അതിനകത്ത് രേഷ്മ പറയുന്നുണ്ട്, ഈ ലിപ്സ്റ്റിക്കിന് എത്ര പൈസ ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് രേഷ്മ ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് രേഷ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അടുത്ത രേഷ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനെത്ര പൈസയുണ്ടെങ്കിലും ഇതിനേക്കാൾ ചീപ്പായി നിങ്ങൾക്കിന്നും ഇന്ത്യൻ വിപണിയിൽ ആസിഡ് വാങ്ങാൻ കിട്ടും എന്നാണ് രേഷ്മ പറയുന്നത്. ഇതൊരു കുഴപ്പം പിടിച്ച നാടാണ് എന്ന് അന്നത്തെ ട്രോമയെ ഈ പ്രായത്തിലും മറികടക്കാനാവാതെ രേഷ്മ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോഴും നാം ഓർക്കേണ്ടത്, ഒരു രേഷ്മ ഖുറേഷി ന്യൂയോർക്കിലെ ഫാഷൻ റാമ്പിലെത്തിയിട്ടുണ്ടാവും. ഒരു രേഷ്മ ഖുറേഷിക്ക് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിടത്ത് നിന്ന് തൻ്റെ ആത്മവീര്യം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അല്ലാതെ മരിച്ചുപോയ ഒരുപാട് രേഷ്മ ഖുറേഷിമാരുടെ ലോകത്താണ് അങ്ങനെ ഒരു രേഷ്മ ഖുറേഷി ഉള്ളത്. രേഷ്മയെ അല്ല സത്യത്തിൽ രേഷ്മയെ കാണുമ്പോൾ ഞാൻ ഓർത്തത് രേഷ്മയാവാതെ മരിച്ചുപോയവരെയായിരുന്നു. തീർച്ചയായിട്ടും അത് എഴുതി ലിജീഷ് അവസാനിപ്പിക്കുന്നത്, എന്നിലെ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നിടത്താണ്. അത് ഒരിക്കലും ആ പെൺകുട്ടിയുടെ രേഷ്മയോട് പെൺകുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ രേഷ്മയോട് ലോകത്തെല്ലായിടത്തും ഇത്തരം ആസിഡ് ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ വലിയ സിനിമകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ നിന്നൊരിക്കൽ ഉയരെ എന്നൊരു സിനിമയുണ്ടായി. പല ഭാഷയിൽ നിന്നും സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. രേഷ്മയ്ക്ക് ആഗ്രഹമുണ്ടോ രേഷ്മയുടെ ജീവിതം ഒരു സിനിമയായി കാണണമെന്ന് എന്നൊരു ചോദ്യം ഒരു കൗതുകത്തിന് ചോദിച്ചു.
രേഷ്മ എന്നോട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായും എൻ്റെ ജീവിതം ഒരു സിനിമയായി കാണുന്നത് സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേഷ്മ എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും എൻ്റെ സിനിമ ചെയ്താൽ എന്നെ അതിൽ അഭിനയിപ്പിക്കില്ലല്ലോ, എൻ്റെ മുഖം എന്നെ അതിൽ അഭിനയിപ്പിക്കാൻ കൊള്ളില്ലല്ലോ എന്ന് രേഷ്മ ചോദിക്കുമ്പോൾ വന്ന് കുത്തിയൊരു കുത്തലുണ്ട്. ആ കുത്തലിൻ്റെ തുടർച്ചയായിരുന്നു ആ പെൺകുട്ടിക്കാലത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ അഭിമുഖങ്ങളിൽ എനിക്കൊരിക്കലും കണ്ടുമുട്ടാൻ കഴിയാത്ത മനുഷ്യരെയാണ് നിങ്ങൾ അഭിമുഖം നടത്തുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അസൂയ കൂടുതൽ. ഇപ്പോൾ മജീദിയെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്. സഹോദരൻ ഈ ഓട്ട മത്സരത്തിൽ വിൻ ചെയ്താൽ ഒരു ജോഡി ചെരുപ്പ് കിട്ടുമെന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മളൊരു കാലഘട്ടത്തിലും അതും മറക്കില്ല. അവർ രണ്ടുപേരും ഷൂസ് മാറി മാറി ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പലതരത്തിൽ ദാരിദ്ര്യത്തെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. മജീദിയുടെ കുട്ടികളൊക്കെ ഭയങ്കര സുന്ദരിമാരും സുന്ദരന്മാരും ആകുന്നത് അവരുടെ ക്യാരക്ടറിനെ ഭയങ്കര രസമായിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് പോയത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സിനിമയെ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ടിരിക്കുക. ഈ അടുത്തൊരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കണം എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ കഥ മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തേണ്ടതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതായിരിക്കണം എൻ്റെ ഒരു മൂഡെന്ന് ഞാൻ അത്രയും സ്വാധീനിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒത്തിരി പടങ്ങളുണ്ട്. ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ലിജീഷ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ എന്താ ചോദിക്കുക എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? മജീദിയുടെ ഇൻ്റർവ്യൂവിന് മാത്രമാണ് ഞാൻ സത്യത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ എഴുതിയെടുത്ത് ആദ്യമായി പോയിട്ടുള്ളത്. കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ എഴുതിയെടുത്തു, പക്ഷേ എനിക്കതൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അതിലേക്ക് വരാം. മജീദിയുടെ കുഞ്ഞുങ്ങൾ ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ലോകത്ത് ഇത്ര മനോഹരമായി സ്ക്രീനിൽ ആവിഷ്കരിക്കപ്പെട്ട കുട്ടികൾ മറ്റൊരിടത്തും ഉണ്ടാവില്ല. ആ ഭാഗ്യം മജീദിയുടെ കുട്ടികൾക്കുണ്ട്. മാത്രമല്ല, ലോകത്തെ കുട്ടികളെല്ലാം മജീദിയുടെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർ പിടയ്ക്കുന്ന മീൻകുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടുമോ എന്ന് പേടിച്ച് പുഴയിലെറിയുമ്പോഴാവട്ടെ, ഈ പറയുന്ന പോലെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാരവും ചുമന്ന് ഓടുന്ന കാഴ്ചകളിലാവട്ടെ, അവർ കുരുവിക്കുഞ്ഞിനെ എടുത്ത് മുകളിലോട്ടേക്ക് വെക്കുമ്പോഴാവട്ടെ, ഓരോ കുട്ടിയും അവരെ നോക്കി കരഞ്ഞിട്ടുണ്ട്. അസൂയയോടുകൂടെ ലോകത്തെ കുട്ടികൾ കണ്ട കുട്ടികൾ കൂടിയായിരുന്നു മജീദിയുടെ കുട്ടികൾ. അങ്ങനെ ഒരു മനുഷ്യനെയാണ് കാണാൻ പോകുന്നത് എന്ന തോന്നൽ മജീദിയെ കാണാൻ പോകുമ്പോൾ എനിക്കുണ്ടായിരുന്നു. കൊതി ആണ് സത്യത്തിൽ മജീദിയെ കാണാൻ പോകുന്ന കാഴ്ചക്ക് ഞാനിടുന്ന തലക്കെട്ട്. ലോക സിനിമ എപ്പോഴും എന്നെ കൊതിപ്പിച്ചിട്ടുണ്ട്. അത് മജീദി ആവട്ടെ, അത് ജാഫർ പനാഹിയുടെ സിനിമകളാവട്ടെ, ഇറാൻ എപ്പോഴും അത്തരം സിനിമകൾ നമുക്ക് തന്ന ദേശം കൂടിയാണ്. അത് മക്മൽ ബഫ് ആവട്ടെ, ലോകത്ത് നിന്ന് വലിയ അത്ഭുത സിനിമകൾ സഞ്ചരിക്കുമ്പോഴും മലയാളിയുടെ ആർട്ട് സിനിമയുടെ കൾച്ചർ മറ്റൊരു വഴിക്കാണ് പലപ്പോഴും സഞ്ചരിച്ചിട്ടുള്ളത് എന്നൊരു പ്രയാസം സിനിമ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ കൊതിയോടുകൂടിയാണ് കിംഗ് ഡുക്കിനെയും മജീദിയൊക്കെ കാണാൻ നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവുക. ഞാൻ കാണാൻ പോയി, കാത്തിരുന്നു. മജീദി എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് വന്നു, റൂമിലിരുന്നു. മജീദിയോട് ഞാൻ എൻ്റെ ആദ്യത്തെ എഴുതി വെച്ച ചോദ്യം ചോദിക്കുകയാണ്. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻട്രൊഡക്ഷൻ. മജീദി യാതൊരു വികാര വിക്ഷോഭങ്ങളും ഇല്ലാതെ എന്നെ കേട്ടിരുന്നതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പേർഷ്യൻ ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും അദ്ദേഹത്തിന് മനസ്സിലാവില്ല. ഞാനീ പറയുന്ന ഭാഷ മജീദിക്ക് മനസ്സിലാവില്ല എന്ന ഞെട്ടൽ ഒരറ്റത്ത് കിടപ്പുണ്ട്. കാരണം എനിക്കിനി എങ്ങനെ മുന്നോട്ട് പോകാനാവുമെന്ന ഞെട്ടൽ ഒരറ്റത്തുണ്ട്. രണ്ടാമത് ഈ ഞെട്ടലിനപ്പുറത്തേക്ക് എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത്. കാരണം പ്രാദേശികത്വമൊക്കെ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉള്ളൊരു സമയത്താണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തത് കുഴപ്പമാണ്, മലയാളം മാത്രം അറിയുന്ന ആളുകൾ കുഴപ്പമാണ്. അങ്ങനെ പ്രാദേശികത്വം പ്രശ്നമാണ് എന്നും നാം ഈ ബൗണ്ടറിയൊക്കെ വിട്ട് മറ്റൊരു ദേശത്ത് അഡ്രസ്സ് ചെയ്യേണ്ട ലാംഗ്വേജിലേക്കൊക്കെ വളരണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് അറിയാത്ത കിംഗ് ഡുക്കിനെ, ഇംഗ്ലീഷ് അറിയാത്ത മജീദിയെ, ഇംഗ്ലീഷ് അറിയാത്ത ലയണൽ മെസ്സിയെ ഒക്കെ പിൽക്കാലത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. സോ ഭാഷയുടെ പരിമിതി ഒരാളുടെ പ്രതിഭയെ തളർത്തില്ല എന്ന് എനിക്ക് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേട്ടുകേൾവിക്കപ്പുറം ഈ ഒരു യാഥാർത്ഥ്യമായി എൻ്റെ ഈ മുമ്പിൽ ഇരിപ്പുണ്ട് എന്ന സന്തോഷം ഒരറ്റത്തുണ്ട്. അരമണിക്കൂറോളം നേരം കാത്തിരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്കിടയിൽ ഇംഗ്ലീഷും പേർഷ്യനും അറിയാവുന്ന ഒരാൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ആ ഇൻ്റർവ്യൂ സംഭവിക്കുന്നത്. അയാളെ കാത്തിരുന്ന് ഈ അരമണിക്കൂർ നേരം ഒന്നും മിണ്ടാതെ മജീദിയുടെ തൊട്ടിപ്പുറത്ത് ഞാനിരുന്നൊരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പിലാണ് അത്ഭുതത്തോടുകൂടെ ഞാൻ മജീദിയെ നോക്കിയിരുന്നിട്ടുള്ളത്. എങ്ങനെയായിരിക്കും
ഇയാളുടെ ചുമ്മാ നേരങ്ങൾ, ഉം. ആ നേരങ്ങളിൽ എങ്ങനെയായിരിക്കും സിനിമ ഇയാളിലേക്ക് വരുന്നുണ്ടാവുക, സിനിമ വരുന്ന വഴിയേതാവും എന്നൊക്കെയുള്ള കൗതുകത്തോടുകൂടെ അദ്ദേഹത്തെ നോക്കി ഞാനിരുന്നിട്ടുണ്ട്. ആ നോക്കിയിരിപ്പിന് ശേഷം സംഭവിച്ച ഇൻ്റർവ്യൂ മറ്റൊന്നാണ്. ഉം. അതിനകത്ത് ഞാൻ എഴുതിപ്പോയ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉം. എഴുതിപ്പോവുകയും എഴുതിപ്പോയത് ചോദിക്കാൻ കഴിയാതെ വരികയും ചെയ്ത അഭിമുഖമാണ് സത്യത്തിൽ മജീദിയായി നടന്നിട്ടുള്ളത്. പക്ഷെ അത് വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിൽഡ്രൻ ഓഫ് ഹെവനൊക്കെ ശരിക്കും ആദ്യഘട്ടത്തിൽ സ്വീകരിക്കപ്പെട്ടിരുന്നില്ല. പിൽക്കാലഘട്ടത്തിൽ ആളുകൾ കണ്ടതിന് ശേഷം മാത്രമാണ് ഈ സോക്കോൾഡ് ആയിട്ടുള്ള അവാർഡുകൾക്ക് പോലും പരിഗണിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടില്ല നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടി ആലോചിക്കില്ല. അതൊക്കെ പുള്ളി ഈ അഭിമുഖത്തിൽ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ. മാത്രമല്ല, ഇറാൻ സിനിമയെ നാം അങ്ങേയറ്റത്തെ ആരാധനയോടുകൂടെ നോക്കിക്കാണേണ്ടത് സത്യത്തിൽ അതിൻ്റെ വിഷ്വലൈസേഷൻ്റെ പവർ കൊണ്ടോ അത് ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച ആശയങ്ങൾ കൊണ്ടോ മാത്രമല്ല, ഏത് ഭരണകൂടത്തിന് കീഴിൽ നിന്നുകൊണ്ടാണ് സിനിമ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ജാഫർ പനാഹിയുടെയൊക്കെ പേര് നമ്മൾ പറയുന്ന സമയത്ത് വീട്ടുതടങ്കലിനകത്ത് കിടന്നിട്ട് വരെ സിനിമ ചെയ്തിട്ടുണ്ട് ജാഫർ പനാഹി. അദ്ദേഹത്തിൻ്റെ ദിസ് ഈസ് നോട്ട് എ ഫിലിം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് ഭരണകൂടം അദ്ദേഹത്തെ തടവിലിട്ടിരിക്കുകയാണ്. തടവ് മുറിക്കകത്തിരുന്നു കൊണ്ട് ഒരു ഉടുമ്പ് ആ വീട്ടിനകത്ത് ജീവിക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം കേക്ക് മെയ്ക്ക് ചെയ്ത് പുറത്ത് വിൽക്കുന്നുണ്ട്. വീട്ടു തടങ്കലാണ്, പുറത്ത് ആളുകൾ വരും, കേക്ക് കൊടുത്തു വിടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കുകയാണ്. ഞാനിപ്പോഴൊരു സിനിമ ചെയ്യേണ്ടിയിരുന്നു, ഇവിടെയാണ് ആ സിനിമ നടക്കേണ്ടിയിരുന്നത്. ഓരോ കഥാപാത്രങ്ങളെയും ജാഫർ പനാഹി അഭിനയിച്ച് കാണിക്കുകയാണ്. മുഴുവനും അഭിനയിച്ച് കാണിച്ചതിന് ശേഷം അദ്ദേഹം ആ പെൻ ഡ്രൈവ് ഒരു കേക്കിനകത്ത് വെച്ചിട്ട് പറയുകയാണ്, ഈ കേക്ക് എടുക്കാൻ വേണ്ടി ഒരാൾ വരും, ഞാൻ ഈ പെൻ ഡ്രൈവ് ഇതിനകത്ത് വെച്ച് കൊടുത്തു വിടും, അവൻ വിചാരിച്ചിടത്ത് എത്തിച്ചാൽ നിങ്ങൾക്കിത് കാണാം എന്ന് പറഞ്ഞാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ആ സിനിമ കൊടുത്തുവിടുന്നത്. ദിസ് ഈസ് നോട്ട് എ ഫിലിം എന്നാണ് അതിൻ്റെ പേര്. അത്ര സമരമുഖത്ത് നിന്നാണ് ഇറാനിയൻ സിനിമ സംഭവിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം, ഈ അന്തരീക്ഷമെല്ലാം, ഈ എക്കോസിസ്റ്റമെല്ലാം മജീദിയുടെ ചുറ്റും സ്വാഭാവികമായും ഉണ്ടാവാതിരുന്നിട്ടുണ്ടാവില്ല. അദ്ദേഹവും പ്രവാചകനെക്കുറിച്ചെടുത്ത സിനിമ ലോകത്തിനു മുമ്പിൽ അദ്ദേഹത്തിന് കാണിക്കാൻ കഴിഞ്ഞില്ല. മുംബൈയിൽ നിന്ന് വരെ ഫത്വ നേരിടേണ്ടി വന്നു മജീദിക്കും. അതിൽ സംഗീത സംവിധാനം നിർവഹിച്ചതിന് AR റഹ്മാനും. എന്തിന് കേരളത്തിൽ അദ്ദേഹം ജൂറി ചെയർമാനായി വന്ന IFFK-യിൽ പോലും അദ്ദേഹത്തിന് ആ സിനിമ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് സിനിമ ചെയ്യുന്ന ശ്രമങ്ങളാണ് ലോക സിനിമയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. ഈ താരങ്ങൾ പൊളിറ്റിക്സ് സംസാരിക്കുന്നത് പലപ്പോഴും താരങ്ങൾ തന്നെ ഒഴിവാക്കാറുണ്ട്. പക്ഷേ പ്രകാശ് രാജ് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ പുള്ളി സംസാരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ, ഞാനൊരിക്കൽ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ അറച്ചു മടിച്ച് എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്നൊക്കെയുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ നടക്കില്ല, പക്ഷെ മറ്റൊരു ദിവസം തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്ന് സംസാരിക്കുന്നുണ്ട് പുള്ളിയെക്കുറിച്ച്. അപ്പോൾ എൻ്റെ മടി കാണുമ്പോൾ പുള്ളി പറഞ്ഞു, ഈ പൊളിറ്റിക്കൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ചോദിച്ചാൽ എന്തായിരിക്കും പ്രതികരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുണ്ട്. ഒരു കുഴപ്പമില്ല, ചോദിച്ചോളൂ, എന്ത് വേണോ ചോദിച്ചോളൂ. നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉള്ളതല്ലേ, നമ്മൾ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പ്രകാശ് രാജ് സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് വേദന തോന്നിയത് ഗൗരി ലങ്കേഷിൻ്റെ മരണത്തിന് ശേഷം പുള്ളിയിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഞാനും ഇത് വായിക്കുന്ന സമയത്ത് ഓർക്കുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ കൽബുർഗി, പൻസാരയും ഒക്കെ കൊല്ലപ്പെടുമ്പോഴും ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രസ് ക്ലബിൻ്റെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇപ്പോഴും ഗൗരി ലങ്കേഷിൻ്റെ ഫോട്ടോയാണ് നമ്മൾ അന്ന് ഇട്ടതാണ്. പക്ഷെ നമ്മളെവിടെയോ അന്നുണ്ടാക്കിയ ആ ആവേശമോ ഇല്ലെങ്കിൽ നമ്മൾ അന്ന് പുലർത്തണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സമരമൊന്നും നമ്മുടെ മനസ്സിൽ ഇപ്പോഴില്ല. പക്ഷേ പ്രകാശ് രാജിൻ്റെ മനസ്സിൽ തീച്ചൂള പോലെ വേവുകയാണ്. ആ കനലിനെ നമ്മൾ വേവിച്ചില്ല, ഇല്ലെങ്കിൽ അതിനെ പടർത്തിയില്ല. പ്രകാശ് രാജ് ഇപ്പോഴും അത് കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്തു പുള്ളിയുടെ സംസാരത്തിൽ. ഒരുപക്ഷെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അതേ പറ്റിയിട്ടുള്ള പുള്ളിയുടെ ശക്തമായ നിലപാട് പറച്ചിലായിരുന്നു. എന്തായിരുന്നു ആ ശബ്ദത്തിൽ അതിങ്ങനെ അടുത്തിരുന്ന് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന മാനസികാവസ്ഥ? പ്രകാശ് രാജിനെ എപ്പോൾ കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരിക ഇരുവറിലെ പഴയ തമിഴ് സെൽവനെയാണ്. ആ ക്യാരക്ടറിലുണ്ട് അപാരമായ പൊളിറ്റിക്സും അപാരമായ കാമുകത്വവും എല്ലാം. പ്രകാശ് രാജിനെ നോക്കിയിരിക്കുമ്പോഴെപ്പോഴും എനിക്ക് ആ കാമുകനെയും രൂക്ഷമായി രാഷ്ട്രീയം പറയുന്ന ആളെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. രജനീഷ് ഇപ്പോൾ പറഞ്ഞ പോലെ
അടിമുടി പൊളിറ്റിക്കലാണ് ഇന്നത്തെ പ്രകാശ് രാജ്. ഇത് ഗൗരി ലങ്കേഷിൻ്റെ മരണത്തിന് ശേഷം ആയിരിക്കാം ഈ രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. കാരണം ഗൗരി അത്രമേൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ സമരമുഖങ്ങളിലെല്ലാം തൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നും അവിടെ വെച്ച് തൻ്റെ രാഷ്ട്രീയം ഉച്ചത്തിൽ പറയണം എന്നും തീരുമാനിച്ചിരിക്കുന്ന, നിലവിൽ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തയ്യാറാവുന്ന അഭിനേതാക്കളിൽ ഏറ്റവും റെയറസ്റ്റായ ഒരാൾ പ്രകാശ് രാജ് തന്നെയാവും. ഒരറ്റത്ത് വിജയിയെ പോലെയോ ഒരറ്റത്ത് കമൽഹാസനെ പോലെയോ അല്ലെങ്കിൽ നോർത്തിലൊക്കെ പലരും ഈ പറയുന്ന പോലെ ഒരേ സമയം സിനിമയിലും ഒരേ സമയം രാഷ്ട്രീയത്തിലും നിൽക്കുന്നുണ്ട് എങ്കിലും അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ വിചാരങ്ങൾക്കും പുറത്താണ് പ്രകാശ് രാജിൻ്റെ പ്രാതിനിധ്യം എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഏറ്റവും രസകരമായൊരു അനുഭവം കോഴിക്കോട് പ്രകാശ് രാജ് വന്ന സമയത്ത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന സമയത്ത് തന്നെയാണ്. വർത്തമാന പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി പ്രകാശ് രാജ് വരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം കൂടിയായിരുന്നു. അപ്പോൾ പ്രകാശ് രാജ് വന്നു. പോണി പ്രകാശ് രാജ്, പോണിയാണ് ഭാര്യ. അവർ ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരയായ ഡാൻസ് കൊറിയോഗ്രാഫർമാരിൽ ഒരാളാണ്. പൊന്നിയിൽ സെൽവനൊക്കെ പോലെ, അല്ലെങ്കിൽ പ്രിയദർശൻ്റെ ഒക്കെ സിനിമകളിലൊക്കെ മലയാളത്തിൽ കാക്കക്കുയിൽ, അങ്ങനെ ഒരുപാട് വെട്ടം സിനിമകളിലൊക്കെ നാം കണ്ട നൃത്തം അവർ കൊറിയോഗ്രാഫി നടത്തിയ നൃത്തമാണ്. അപ്പോൾ പോണി പ്രകാശ് രാജ് പോണി ഹൈദരാബാദിൽ ഒരുപാടേറെ സിനിമകൾ, ഇന്ത്യയിലെ പോണിയുടെ ഗ്രാഫ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക ഡാൻസിന് പ്രാധാന്യമുള്ള വമ്പൻ സിനിമകളുടെയും കൊറിയോഗ്രാഫർ അവരാണ്. ഇപ്പോൾ പ്രിയദർശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമയുടെ കൊറിയോഗ്രാഫറും ഡാൻസ് കൊറിയോഗ്രാഫറും പോണി തന്നെയാണ്. പ്രിയദർശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡാൻസ് കൊറിയോഗ്രാഫർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ പോണി ഹൈദരാബാദിൽ നിന്ന് വരുന്നു. പ്രകാശ് രാജ് ബാംഗ്ലൂരിൽ നിന്ന് ഓൾറെഡി വന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ആയിട്ടുണ്ട്. കോഴിക്കോട്ടുള്ളൊരു ഹോട്ടലാണ്. ഹോട്ടലിലേക്ക് പോണി വന്ന് കയറുമ്പോൾ കാണുന്നത് ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു വലിയ ചിത്രം. ആ ഹോട്ടൽ ആരുടേതാണോ അദ്ദേഹവും പ്രധാനമന്ത്രിയും കൂടെ ഹസ്തദാനം ചെയ്യുന്നൊരു വലിയ ചിത്രം അവിടെയുണ്ട്. ആ ചിത്രം പോണി ഒന്ന് നോക്കി. എന്നിട്ട് പോണി ചോദിച്ചു, പ്രകാശ് ഇവിടെ താമസിക്കാൻ വില്ലിങ് ആയിരുന്നു എന്ന് ചോദിച്ചു. ഈ ചിത്രമുള്ള ഹോട്ടലിൽ താമസിക്കാൻ പ്രകാശ് വില്ലിങ് ആയിരുന്നോ എന്ന് ചോദിച്ചു. ചോദ്യം വലിയ രസമായിട്ടാണ് ചോദിച്ചതെങ്കിലും അത്രമേൽ പൊളിറ്റിക്കലായാണ് പ്രകാശ് രാജ് എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ പോലും ജീവിക്കുന്നത് എന്നതിൻ്റെ ഒരു ആനന്ദം. പലപ്പോഴും നാം കുടുംബത്തിനകത്ത് രാഷ്ട്രീയം പറയാതിരിക്കുകയും പൊതുവിടത്ത് രാഷ്ട്രീയം പറയുകയൊക്കെ ചെയ്യുന്ന ഇരട്ട മുഖങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറി അത് കുടുംബത്തിനകത്തായാലും അത് ഏറ്റവും സ്വകാര്യ സംഭാഷണങ്ങളിലായാലും അത് പൊതുവിടത്തിലായാലും ഒക്കെ മുഴുവൻ സമയവും രാഷ്ട്രീയം സംസാരിക്കണമെന്നും താൻ അടിമുടിയൊരു രാഷ്ട്രീയ ജീവിയാണ് എന്നുമുള്ള വിചാരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് പ്രകാശ് രാജ്. കേരളത്തിലൂടെ വന്ന ഒരു അനുഭവം എനിക്ക് റീസെൻ്റായി ഉണ്ട്. നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ കഴിഞ്ഞു, റോഡൊക്കെ വളരെ പുതുക്കി. കോഴിക്കോട്ടാണ് പ്രകാശനം നടക്കുന്നത്. കോഴിക്കോട് എയർപോർട്ട് നിൽക്കുന്ന ഇടത്ത് നിന്ന് ഹൈവേയിലേക്ക്, രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഹൈവേയിലേക്ക് വണ്ടി കയറുക. രാമനാട്ടുകരയിൽ നിന്ന് ഹൈവേയിലേക്ക് പ്രകാശ് രാജിൻ്റെ വണ്ടി കയറി ആ ഹൈവേയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശ് രാജ് ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, കേരളത്തിലെ റോഡ് എവിടെ? ഇതല്ലല്ലോ കേരളത്തിലെ റോഡ്. ഈ റോഡിലൂടെ ഓടാനാണെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നാൽ പോരെ, കേരളത്തിലുള്ള റോഡിലൂടെ ഓടിക്കാമോ എന്ന് പ്രകാശ് രാജ് ചോദിച്ചു. നമുക്ക് മനസ്സിലാവാത്ത മറ്റു ബോധ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു താരമാണ്. ഒരു താരം നമ്മളിൽ നിന്നൊക്കെ നക്ഷത്രവർഷം ദൂരെയാണ് എന്ന് നാം വിചാരിക്കുമ്പോഴും താരത്തിൻ്റെ ചൂടേറ്റ് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ കഴിയില്ല എന്ന് നാം വിചാരിക്കുമ്പോഴും അങ്ങേയറ്റത്തെ തണുപ്പ് കൊണ്ട് നമ്മെ ചേർത്ത് പിടിക്കാനും നമുക്ക് പ്രാപ്യമല്ലാത്ത ദൂരത്ത് നിൽക്കാതെ നമ്മോട് ചേർന്ന് നിൽക്കാനും തയ്യാറാവുന്ന അപൂർവം മനുഷ്യരിൽ ഒരാളാണ് സത്യത്തിൽ പ്രകാശ് രാജ്. ആ മനുഷ്യത്വം കൂടിയാണ് ഇത്രമേൽ പൊളിറ്റിക്കലായി പുറത്തു വരാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നതെന്നാണ് എൻ്റെ തോന്നുന്നത്. പ്രകാശ് രാജിന്റെ ചാരിറ്റി വർക്ക് ഇപ്പം 6.5 ഏക്കറോളം സ്ഥലം ബാംഗ്ലൂരിൽ എടുത്തൊരു വലിയ സ്കൂള് നിർമ്മിക്കാൻ കൊടുത്തു. ഇപ്പം അത് പ്രകാശ് രാജിനെ കുറിച്ച് എഴുതി അവസാനിപ്പിക്കുന്ന സെന്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാനൊന്ന് വായിക്കാം. ഹിന്ദിക്കാരായ വില്ലന്മാരെല്ലാം കരുത്തന്മാരാണ്, അവരെ ജയിക്കുമോ പ്രകാശ് രാജിന്റെ നായകവേഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വല്ലാത്ത ചോദ്യമാണ്. പ്രകാശ് രാജ് എപ്പോഴും നമ്മളുടെ സിനിമകളിൽ വില്ലനായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമകളിൽ വില്ലനും പേടിപ്പിച്ച വില്ലനായിരുന്നു പ്രകാശ് രാജ് എപ്പോഴും. വിജയ് പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് വിജയിയോടുള്ള വലിയ ആരാധനയൊക്കെ മൂർത്ത് സിനിമ കാണുന്ന സമയത്ത് സൗമ്യനായും ദുഷ്ടനായുമുള്ള വില്ലനായി പ്രകാശ് രാജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് സുബ്രഹ്മണ്യത്തിൽ അച്ഛൻ സത്യത്തിൽ വില്ലനാണ്, സൗമ്യനായി നിൽക്കുമ്പോഴും വില്ലനാണ്. അങ്ങനെ പല രൂപത്തിൽ നമ്മളെ വന്ന് പേടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പ്രകാശ് രാജ്. അങ്ങനെ നിൽക്കുമ്പോഴും നായകനായി പ്രകാശ് രാജിന് ട്രാൻസിഷൻ സംഭവിക്കുകയാണ്. സിനിമക്കകത്തെ വില്ലൻ നമ്മളുടെ നായകനായി
വരികയാണ്, രംഗപ്രവേശം ചെയ്യുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യൻ സിനിമ അടിമുടി മാറിയിട്ടുണ്ട് എന്നും ഹിന്ദിക്കാരായ വില്ലന്മാർ കുറേ കൂടെ കരുത്തന്മാരാണ് എന്നും ഇങ്ങ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പ്രകാശ് രാജ് എടുത്തിട്ടിരിക്കുന്ന നായക വേഷത്തിന് ആ നോർത്ത് ഇന്ത്യൻ വില്ലന്മാരെ തോൽപ്പിക്കാൻ മാത്രം പവറുണ്ടോ എന്നുള്ള കൗതുകത്തിലാണ്. അതുപോലെ അതിൽ ചെറിയൊരു ഒബ്സർവേഷൻ കൂടെ ഉണ്ട്. ഈ ഹിന്ദി സിനിമകളിലെ വില്ലന്മാർ നമ്മൾക്ക് ഭയങ്കര വില്ലത്തരമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വില്ലന്മാരെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒതുക്കാന്ന് വിചാരിക്കാം. പക്ഷെ ആ വില്ലന്മാർ അവിടുന്ന് വരുന്ന വില്ലന്മാർ ഒരിക്കലും നമുക്ക് ഒതുക്കാൻ പറ്റില്ല. പിന്നെ ഹിന്ദിയും കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ തീർന്നു, നമ്മൾ തവിടുപൊടിയായി. അങ്ങനെ ഒരു ഒബ്സർവേഷനും കൂടെ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് രസമായിട്ട് തോന്നി.